ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണക്കത്തേങ്ങ ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതാ 2 ഉണക്കത്തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചിട്ട് വരാം. അതിന് മുന്നേ നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് വറുത്തെടുക്കാം. ഉഴുന്ന് ഞാൻ കഴുകി എടുത്ത ഉഴുന്നാണ്, കഴുകിയെടുത്ത് ഉണക്കിയ ഉഴുന്നാണ്. അപ്പോൾ അതാണ് വറുത്തെടുക്കുന്നത്. അത് മൂത്തെടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ് വറുത്തെടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് വറുക്കാൻ പറ്റത്തില്ല. എന്താണെന്നോ പരിപ്പ് പെട്ടെന്ന് മൂത്ത് പോകും. അതുകൊണ്ടാണ് രണ്ടും രണ്ടായിട്ട് വറുത്തെടുത്തത്. അപ്പോൾ പരിപ്പും വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഉപ്പാണ് വറുത്തെടുക്കുന്നത്. ഉപ്പും മാറ്റിയതിന് ശേഷം പൊടിച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പുളി, ഈ ചമ്മന്തിക്ക് കുറച്ച് പുളി മതിയല്ലോ, അതുകൊണ്ട് കുറച്ച് പുളി, പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില, ഇത്രയും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. പൊടിച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ, കുറച്ച് സമയം മതി. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മൂത്ത് കിട്ടും. ആ സമയത്ത് നമുക്കിതിലൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി സാധാ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. എന്താണെന്നോ പാത്രം നല്ല ചൂടായിരിക്കും, അപ്പോൾ അടിക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം. തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ തേങ്ങയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉഴുന്നും പരിപ്പും ഉപ്പും കൂടെ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായമാണ്. കട്ടിക്കായമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കായമാണ് ചേർക്കുന്നത്, അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ പൊടിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, ഉണക്കത്തേങ്ങയിൽ നല്ല കുഴഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ ആയാലും ടേസ്റ്റാണ്, ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത്രയും എണ്ണയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി. പിറ്റേ ദിവസമായപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റിയെടുക്കുകയാണ്. എണ്ണ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് മാറ്റിയെടുക്കാം. ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഉണക്കത്തേങ്ങയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.